ഞാനും ഞങ്ങളുടെ ഉസ്താദ് ജോർജ് കോശി സാറും കൂടെ ലാഹയിൽ നിൽക്കുകയാണ്. സാറേ, സാറ് പത്തനംതിട്ടയിലെ ഏറ്റവും പ്രഗത്ഭന്മാരായ വക്കീലന്മാരിൽ ഒരാളെന്ന് തന്നെ പറയും. പക്ഷേ സാറ് അത് സമ്മതിച്ചെടുത്തില്ല. പക്ഷേ ഞങ്ങൾക്കൊക്കെ എങ്ങനെയാണ് 11 വർഷം ഡിസ്ട്രിക്ട് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്നു. പിന്നെ ഇപ്പം 45 എത്ര വർഷമായി പ്രാക്ടീസ്? 45 വർഷം പ്രാക്ടീസ്. ഇപ്പം 72 വയസ്സ്. 72 അല്ല 71 കഴിഞ്ഞു. 75. ഇഷ്ടം പോലെ പ്രോസിക്യൂഷൻ കേസും ഡിഫൻസ് കൗൺസിലും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ നടന്നിട്ടുണ്ട്. ജീവിതം ഒരു സക്സസ് ആയിരുന്നു. തീർച്ചയായിട്ടും പത്തനംതിട്ടയെ സംബന്ധിച്ച് എന്തൊക്കെ ലഭിക്കാമോ അതെല്ലാം പത്തനംതിട്ടയെ സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ പരമാവധി ജീവിതവും സുഖവും സന്തോഷവും എല്ലാം തീർച്ചയായിട്ടും ആഹ്ലാദമായിരുന്നു ഇത്രയും കാലം നമ്മുടെ ജീവിതം. ഒരു സംശയമില്ല. ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള സാറിൻ്റെ ഇവിടെ സാറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്നു? 4 പ്രാവശ്യം. സാറിൻ്റെ അത്ര ഇരുന്ന മണ്ണായിക്കൽ സാറുണ്ട് അല്ലേ? അല്ല, മണ്ണായിക്കൽ സാർ അതിലൊക്കെ കൂടുതലാണ്. പിന്നെ ഞങ്ങൾ ഒരുപോലെ ഇരുന്നത് ഫിലിപ്പോസ് തോമസും ഞാനും ഒരുപോലെ ഇരുന്നിട്ടുണ്ട്. അന്നേരം 4 പ്രാവശ്യം ബാർ അസോസിയേഷൻ പ്രസിഡൻ്റായിട്ടിരുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു യാത്ര നല്ല സക്സസ്ഫുള്ളായിട്ട് അച്ചീവ് ചെയ്ത ഒരാളാണ് ജോർജ് സാർ. എൻ്റെ ഇന്നത്തെ ഒരു മാർഗദർശിയാണ്. ഏതിനും പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇന്ന് രാവിലെ വിളിച്ചു, സാറേ ഒരു യാത്ര പോകാം എന്ന് പറഞ്ഞു. എവിടെ വേണം? അങ്ങനെ വന്നു. 72-ാമത്തെ വയസ്സിലും നിറ യൗവനമാണ് ഇല്ലേ? ഇപ്പോഴത്തെ നിയമ കാര്യങ്ങളെപ്പറ്റിയും കോടതിയുടെ കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ ഈ കോർട്ട് ഫീസ് വർദ്ധിപ്പിച്ചതിനോട് ഞാൻ യോജിക്കുന്ന ഒരാളാണ്. സാധാരണഗതിയിൽ ഒരു കോർട്ട് ഫീസ് എന്ന് പറഞ്ഞാൽ പഴയ 10 പൈസ സ്റ്റാമ്പ് ഒട്ടിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. കാലത്തിനനുസരിച്ച് ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പ്രാക്ടീസ് തുടങ്ങുമ്പോൾ വളരെ കുറച്ച് ഫീസ് വാങ്ങിക്കുന്ന വക്കീലന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഏറ്റവും കുറച്ച് വാങ്ങിച്ചിട്ടുള്ള 50 രൂപ. ആ 50 രൂപ അന്നത്തെ കാലത്ത് ഒരു സ്റ്റാൻഡേർഡായിരുന്നു. ഒരു 10,000 രൂപയുടെ എഫക്റ്റ് അല്ല, ഒരു 5,000 രൂപയുടെ എഫക്റ്റ്. ഒരു 5,000 രൂപയുടെ എഫക്റ്റ്. അങ്ങനെ അന്ന് ഈ പിന്നെ പല കക്ഷികളും വന്നു കഴിയുമ്പോൾ 23, 24 പ്രതികളുള്ളപ്പോൾ അവർ ഈ കയ്യിലിരിക്കുന്ന പൈസ പിന്നെ കൂട്ടിയാണ് നമുക്ക് ഫീസ് തരാറുള്ളത്. അന്നേരം ഈ ഫീസ് വർധന അനിവാര്യമാണ്. അനിവാര്യമെന്ന് പറയുന്നില്ല. അത് ഞാൻ ചോദിച്ചോട്ടെ സാറേ, എന്നാൽ ഈ മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഇത്രയും ഫീസ് വർദ്ധിച്ചില്ല? മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്രയും ഫീസ് വക്കീലന്മാർ വാങ്ങിക്കുന്നില്ലല്ലോ. ആര് പറഞ്ഞു? കാരണം ഒരു ജാമ്യം എടുക്കാനായിട്ട് 250 രൂപ ഒരാൾക്ക് വേണമെന്ന് പറയുമ്പോൾ നമ്മളെത്ര വാങ്ങിക്കുന്നുണ്ട്? അല്ല, മറ്റ് സാധാരണഗതിയിൽ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടിൽ വളരെ കൂടുതലാണ് ഇപ്പോൾ കോമൺ. അതൊന്നുമല്ല, താരിഫ്. മറ്റ് സംസ്ഥാനങ്ങൾ ഒന്നാമത് പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്രയും കോർട്ട് ഫീ ഇല്ല. ഫീസ് വാങ്ങിക്കുന്ന ഫീസിന് ഒരു മാനദണ്ഡമില്ലല്ലോ. ഇവിടുത്തെ വക്കീലന്മാർ കൂടുതൽ വാങ്ങിക്കാത്ത വക്കീലന്മാരുമുണ്ട്. എന്നാലും ഒരു യൂണിഫോമായിട്ട്, അതായത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആ രീതിയിലുള്ള ഫീസ് വർധനമല്ല പാടുള്ളൂ എന്നാ ചോദിച്ചത്. എൻ്റെ അഭിപ്രായത്തിൽ അല്ല, കേരളം പ്രത്യേക രാജ്യമൊന്നുമല്ലോ. ഒന്നുമല്ല, ഫീസ് വർധനവ് വേണം. കാരണം ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് ഒരു കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 100 രൂപയാണ് കമ്മീഷൻ ബാറ്റ. ആ 100 രൂപയിൽ പിന്നെ 20 രൂപ ബെഞ്ച് ക്ലാർക്ക് എടുത്ത് വെച്ച് 80 രൂപ നമ്മുടെ കയ്യിൽ തരത്തുള്ളൂ. അത് ബെഞ്ച് ക്ലാർക്കിന് കൈക്കൂലിയായിരുന്നു. ആ ബെഞ്ച് ക്ലാർക്കിന് കൈക്കൂലിയായിരുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം കോടതിയിൽ കൈക്കൂലി വളരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് ഒരു ഭയമാണ്. തന്നെയല്ല, വാങ്ങിച്ചിട്ടുള്ള കൈക്കൂലി എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ നിരക്കിലാണ് എല്ലാവരും ഈ കോടതികളിൽ വാങ്ങിച്ചിട്ടുള്ളത്. അതിന് ഫീസ് വർധന അനിവാര്യമാണെന്ന്. അനിവാര്യമെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. ഞാൻ പറയുന്നത് അത് വലിയൊരു ക്രൈമായിട്ട് എനിക്ക് തോന്നുന്നു. എന്നെ സംബന്ധിച്ചോളം ഈ ഒത്തിരിയും BJP-ക്കാരുടെ കേസുമൊക്കെ എനിക്കുണ്ട്. അന്നേരം ഈ കേസുകൾക്കൊക്കെ 10ഉം 15ഉം പ്രതികളാണ്. ഒരു പ്രതി വന്നില്ലെങ്കിൽ 20 രൂപ വെച്ച് ഞാൻ കൊടുക്കണം. ഈ രാഷ്ട്രീയ കേസുകളിലൊന്നും ഫീസ് ഒട്ടും തരില്ല എന്ന് തന്നെ പറയാം. അന്നേരം ഈ 15 പേര് വന്നില്ലെങ്കിൽ ഞാൻ 300 രൂപ
ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കണം. അതൊരു ഭീമമായ തുകയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് MC ജയകുമാർ. എന്താ ചുമതല? പാർട്ടിയിലെ ഞാൻ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. എൻ്റെ പോഷക സംഘടനയായ കേരള ദളിത് ഫ്രണ്ട് എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ ഇവിടെ ഒരു ജോർജ് സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തത് ഇപ്പോഴത്തെ ഈ വർദ്ധിപ്പിച്ച കോർട്ട് ഫീസിൽ. അത് മറ്റ് സംസ്ഥാനങ്ങൾ, അതായത് കേരളം ഒഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം പഴയ രീതി തന്നെ കുറവാണ്. ഇവിടെ മാത്രമാണ് വളരെ പെട്ടെന്ന് വളരെ കൂട്ടി. അതിനെപ്പറ്റി താങ്കൾക്ക് അറിഞ്ഞിട്ടുണ്ടോ? താങ്കൾക്ക് അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് വല്ലതും പറയാൻ പറ്റും? നമ്മുടെ സംസ്ഥാനത്ത്, കേരള സംസ്ഥാനത്ത് നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചോളം സാധാരണക്കാർക്ക് എപ്പോഴും പ്രാപ്യമായ അവരുടെ ക്രിമിനൽ നടപടികളാകട്ടെ സിവിൽ നടപടികളാകട്ടെ സാധാരണക്കാരുടെ ഒരു ആശ്രയവും അഭയകേന്ദ്രമാണ് നമ്മുടെ കോടതികൾ. പ്രത്യേകിച്ച് കഴിഞ്ഞകാല സർക്കാരുകൾ നമ്മുടെ കോടതിയിലെ ഫീസുകൾ അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം കോർട്ട് സ്റ്റാമ്പ് ഉൾപ്പെടെ കോർട്ടിൽ ഇരട്ടിയിലധികം 3 ഇരട്ടിയോളം നമ്മുടെ കോടതി നടപടികൾക്ക് വളരെ 3 ഇരട്ടിയിലധികം സർക്കാർ വർദ്ധന. ഇത് വളരെയധികം പ്രതിഷേധകരമാണ്. അതുപോലെ സാധാരണക്കാർക്ക് സൗജന്യമായി അടക്കമുള്ള നടത്തേണ്ട കോടതി നടപടികളിൽ വളരെ സാമ്പത്തിക ഭാരിച്ച ബുദ്ധിമുട്ടും ഇത് നമ്മുടെ സംസ്ഥാനത്തെ ഉള്ള നിയമം തേടി എത്തുന്നവർക്ക് വളരെ പ്രയാസകരമാണ്. ഇതിനെതിരെ ക്യാമ്പയിനുമായിട്ട് നമ്മുടെ കേരള ലോയേഴ്സ് കോൺഗ്രസിൻ്റെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹി നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ മുൻ ലീഡറുമായ അഡ്വക്കേറ്റ് ജോർജ് ഘോഷ് സാറിൻ്റെയും പത്തനംതിട്ടയിലെ പ്രമുഖ അഭിഭാഷകൻ KJ മനു അടക്കമുള്ളവർ ഇതിൻ്റെ സമരരംഗത്ത് ഇതിനുവേണ്ടി ചുക്കാൻ പിടിക്കുന്നു എന്നതിൽ ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും നമ്മുടെ ഈ നാടിനു വേണ്ടിയുള്ള ആദരവും അഭിനന്ദനങ്ങളും അറിയിക്കും. അതുപോലെ ഞാൻ പറയുന്നത്, കോടതി ഒരിക്കലും ഒരു വ്യവസായ സ്ഥാപനമല്ല, ആദായം കിട്ടുന്ന സ്ഥാപനമല്ല. പ്രതിഷേധമുണ്ട്.